എന്റെ മുത്തനബിക്ക് അത് ഇഷ്ടപ്പെടും. അല്ലാ ഇഷ്ടപ്പെടൂലേ എന്നാ ഡോണ്ടു, അത് വേണ്ട. ഇഷ്ടപ്പെടും, ഓക്കെ, യാതൊരു പ്രശ്നമില്ല. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന റൂട്ട് നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഭാര്യയും ഭർത്താവും നന്നാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം നന്നാവുക എന്നുള്ളത്. അതങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ദുഹാ നമസ്കരിക്കുന്നുണ്ട്, സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവല്ല, ദിക്റും ഖുർആനും സൂറത്തുകളൊക്കെ ഓതുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഒരു കുടുംബം പറഞ്ഞു, ഉസ്താദ് പഠിപ്പിച്ചു തന്ന ഭാര്യയും ഭർത്താവും സ്നേഹം ഉണ്ടാവല്ല സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ കൗസർ 786 തവണ ഒരു ദിവസം ഞാൻ ഓതാറുണ്ടെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. അതൊക്കെ നമ്മൾ പാരായണം ചെയ്യണം. പക്ഷേ അതിലുപരി ആ കുടുംബ ജീവിതത്തിൽ ബറക്കത്തും നിഅമത്തും സന്തോഷം അള്ളാഹു നിലനിർത്തി തരണമെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യയുടെ വസ്ത്രം, ഭർത്താവിന്റെ വസ്ത്രം. ആ വീട്ടിൽ വളരുന്ന മക്കളുടെ, വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുടെ, വീട്ടിൽ നിന്ന് നിങ്ങളെ പെണ്ണിനെ കൊണ്ടുപോകുന്ന മരുമകന്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം, ഉമ്മയും ബാപ്പയും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട മരുമകൾ ഇസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കണം കയറി വരേണ്ടത്. വീട്ടിൽ നിന്ന് പെണ്ണിനെ ഇറക്കി കൊണ്ടുപോകുന്ന മരുമകൻ ഇസ്ലാമികമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന മരുമകനാവണം. ഇല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടതുണ്ട്. അതിന്റെ ബാധ്യത പെണ്ണിന്റെ വാപ്പക്കുണ്ടെന്ന് നമ്മൾ മറക്കണ്ട. വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ഇസ്ലാമിക രൂപത്തിന്റെ വസ്ത്രം ധരിക്കുന്ന മരുമകളാകണമെന്ന് ആ ഭർത്താവിനും നിർബന്ധം വേണം. ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും അമ്മായിമ്മ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്കും ആ ഒരു ബോധം വേണം. വീട്ടിൽ വളർന്നു വരുന്ന മക്കൾ, അതല്ലെങ്കിൽ പേരമക്കൾ, അവർ ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. വസ്ത്രധാരണത്തിന്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിഷയത്തിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കിയേ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കിയേ. വസ്ത്രത്തെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വസ്ത്രം എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത്. മാഷാ അല്ലാഹ്. അല്ലേ? അള്ളാഹു തന്നൊരു അനുഗ്രഹമല്ലേ വസ്ത്രം എന്നുള്ളത്? അതങ്ങനെ തന്നെയാണ്. എന്തിനാ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? ഒന്ന്, നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടി. ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഭാഗത്തേക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പോ നഗ്നത മറക്കാൻ വേണ്ടിയാണ് ഒന്ന് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. പിന്നെയോ നമ്മുടെ ന്യൂനത മറക്കാൻ വേണ്ടി. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ മറ്റുള്ളവരെ കാണാതെ അത് മറക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. വെറുതെ വസ്ത്രം വാങ്ങലില്ലല്ലോ. വെറുതെ കുറെ കാശുണ്ട്, എല്ലാവരും പെരുന്നാക്കും വാങ്ങണ്ട്, നമുക്കും വാങ്ങല്ലേ, പോയാ നമുക്കും പോവാ, അങ്ങനെയല്ല. ഒന്ന് നമ്മുടെ നഗ്നത, നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി, നമ്മുടെ സൗന്ദര്യം, അത് മറക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. പിന്നെയോ രണ്ടാമത്തത് ന്യൂനത മറക്കാൻ വേണ്ടിയാണ്. ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ന്യൂനത മറക്കണം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കറകളോ എന്നുണ്ടെങ്കിൽ ബോഡിയും കാട്ടി ഇങ്ങനെ നടക്കരുത്. കണ്ട അവനെ മേത്ത് കണ്ട ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പൊ അവിടെ നമ്മൾ മറക്കേണ്ടതുണ്ട്. പിന്നെയോ സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് നിങ്ങളെ വസ്ത്രം. രണ്ടാമത്തെ ശ്രദ്ധിക്കണേ, ന്യൂനത മറക്കാൻ വേണ്ടി. പിന്നെയോ ഔറത്ത് മറക്കാനും സംരക്ഷണം നൽകാൻ വേണ്ടി, മറ്റുള്ള ഹറാമിയത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോ മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ വസ്ത്രം എടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഏത് മോഡൽ വസ്ത്രം എടുത്താലും ശരി, എനിക്ക് ഹറാമിയത്തിൽ നിന്ന് ഈ വസ്ത്രം എന്നെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പൊ ഞാനൊരു വസ്ത്രം ധരിക്കുമ്പോ, അതല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ, എന്റെ വാപ്പമാരെ, ആരാവട്ടെ, ഇവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാവരും സമാനം. നമ്മളൊരു വസ്ത്രം വാങ്ങുമ്പോൾ ഇത് ഹറാമിയത്തിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. ഹറാമിയത്തിൽ നിന്ന്, അന്യ പുരുഷന്മാരുടെ കള്ളനോട്ടത്തിൽ നിന്ന് ഈ വസ്ത്രം എനിക്ക് സംരക്ഷണം തരുമോ? അന്യ ഹറാമായ ഒരു പെണ്ണിനെ ഹറാമത്തിന്റെ ഭാഗം, ശരീരത്തിന്റെ ഭാഗം കാണിക്കുന്ന രൂപത്തിലാണോ ഞാൻ ഈ വസ്ത്രം ധരിച്ചാൽ ഇത് തെറ്റാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അപ്പൊ വസ്ത്രം എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം ധരിക്കണം നമ്മൾ, അല്ലേ?
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? വസ്ത്രം ധരിക്കുക എന്നുള്ളത് ആണല്ലോ. നഗ്നത മറക്കണം, തണുപ്പിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും നമ്മൾ വസ്ത്രം ധരിക്കും ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട് എന്നാണ്. വസ്ത്രം മനുഷ്യന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമാണ്. ഒരു മനുഷ്യൻ അതിനാൽ ആ മനുഷ്യന്റെ മാന്യതയ്ക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം. ഓരോരുത്തർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം. പുരുഷൻ പുരുഷന്റെ വസ്ത്രം ധരിക്കണം, പുരുഷൻ പെണ്ണിന്റെ ധരിക്കരുത്. പെണ്ണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കണം, പെണ്ണ് പുരുഷന്റെ ധരിക്കരുത്. ഓരോരുത്തർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം. പണ്ഡിതന്മാർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാനിവിടെ വാള് പറയുമ്പോൾ മാഷാ അല്ലാഹ് ഈ വസ്ത്രല്ലേ, നല്ല ജുബ്ബയും നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട് നേരെ മറിച്ച് ഇങ്ങനെ ബർമുടയും പനിയനൊക്കെ വന്നിട്ട് ഇങ്ങനെ വാള് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടി പോകൂലേ? നിങ്ങൾ പോയി പണിയാക്കൂലേ? അപ്പൊ ഓരോരുത്തർക്ക് യോജിച്ചതായ വസ്ത്രം നിങ്ങൾ ധരിക്കണം. അതങ്ങനെയാണ്. പ്രായമുള്ള ഉമ്മമാരും വാപ്പമാരും അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കണം. പ്രായം കുറഞ്ഞവർ അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കണം. ഉസ്താദ് യോജിക്കുന്ന വസ്ത്രം ധരിക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഈ വസ്ത്രമല്ലേ എനിക്ക് യോജിക്കാം? പക്ഷേ യോജിക്കുന്ന വസ്ത്രമാവണം. പക്ഷെ അവിടെ എന്ത് വേണം? എല്ലാത്തിടത്തും നോക്കേണ്ടത് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള പൊരുത്തമുള്ള വസ്ത്രമാണോ എന്നാണ്. അല്ലാഹുവേ, നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ലത് ചിന്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലേക്ക് ഇന്നത്തെ ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇൻഷാ അല്ലാഹ്. പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. കൂടുതൽ നീട്ടി പറയുന്നില്ല, സമയം വൈകാതെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. ഇന്ന് തുടങ്ങാൻ അല്പം വൈകിയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഇന്നും ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അത് നമ്മൾ ചെലവഴിക്കണം. ചില ആളുകളുണ്ട്, സമ്പത്തൊക്കെ ഉണ്ടാവും, ഈ പഴയ വസ്ത്രമിട്ട് ഇങ്ങനെ നടക്കും, ചളിയില്ല വസ്ത്രം, അല്ലെങ്കിൽ പഴയ വസ്ത്രമിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ആവാൻ പാടില്ല. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നടക്കണം നമ്മൾ. അങ്ങനെയാണ്, അതങ്ങനെയാണ്. നല്ല വസ്ത്രം ധരിക്കണം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. കഴുകി വൃത്തിയാക്കിയ നല്ല അഴകുള്ള വസ്ത്രം ധരിക്കുന്നവനായി മാറണം മുഅ്മിനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ ആയത്തുകളിലൂടെ അല്ലാഹുവിന്റെ കലാം വിശദീകരിക്കുകയാണ്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ യുവാരി സൗആതികും വലിബാസുത് തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ യുവാരി സൗആതികും. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയട്ടെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങളുടെ മേലിൽ ഞാൻ വസ്ത്രം ഇറക്കിയത് എന്തിനാണെന്നറിയോ? ഓരോ പുരുഷന്മാരും അവർക്ക് യോജിച്ച വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ, ഓരോ സഹോദരിമാരും അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ. ഈ വസ്ത്രമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നത് എന്തിനാണെന്നറിയോ? യുവാരി സൗആതികോ, നിങ്ങളെ ഔറത്തിനെ മറക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ഔറത്തിനെ മറക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ഔറത്തിനെ മറക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഔറത്ത് മറക്കാനാണ് അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രം തന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വസ്ത്രം ധരിക്കുക എന്നുള്ളതൊരു ചടങ്ങ് മാത്രമല്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്ന് ഇബാദത്താക്കി മാറ്റാൻ മുഅ്മിനെ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ്. നമ്മൾ തൊപ്പി ധരിച്ചാലും ഫാന്റ് എടുത്താലും തുണിയെടുത്താലും വസ്ത്രം ധരിച്ചാലും ബനിയൻ ധരിച്ചാലും, പെങ്ങളെ നിങ്ങൾ പർദ്ദ ധരിച്ചാലും തട്ടം മറച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രം ധരിക്കുന്നതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അജബൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവൻ കിടന്നിറങ്ങുന്നത് ഇബാദത്താക്കാൻ അവൻ അല്ലാഹു കഴിവ് കൊടുക്കുന്നതാണ്. അവൻ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്, അവൻ വസ്ത്രം ധരിക്കുന്നത് ഇബാദത്താണ്, അവൻ ചെരുപ്പ് ധരിക്കുന്നത് ഇബാദത്താണ്, അവന്റെ യാത്ര പോലും ഇബാദത്താണ്. വനൂമുഹു ഇബാദാ, അവൻ വിശ്രമം കൊണ്ട് കിടന്നിറങ്ങുന്ന ഉറക്കം പോലും അവനെ ഇബാദത്താക്കി മാറ്റാൻ പറ്റുമെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സ്വലാത്തുല്ലോ മുഅ്മിനീങ്ങളെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അറിവിനിലാവിന്റെ 76ാമത്തെ ദിവസം പരിശുദ്ധമായ മജ്ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ അറിവിനിലാവിന്റെ കുടുംബങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നവരെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ അല്ലാഹു നമുക്ക് പ്രതിഫലം തരണമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചാലും നിങ്ങൾ ആദ്യം നല്ല നിയ്യത്ത് വെക്കണം സ്വഹാബാ. തുണിയെടുക്കുമ്പോ, ഫാൻസ് എടുക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, ബനിയൻ ധരിക്കുമ്പോ, പെങ്ങളെ മാക്സി എടുക്കുമ്പോ, ചുരിദാർ ധരിക്കുമ്പോ, പർദ്ദ ധരിക്കുമ്പോ, തലമറക്കുമ്പോ നിങ്ങളെ മനസ്സിൽ ആദ്യം കടന്നു വരേണ്ട ചിന്ത എന്താണ്? എന്റെ ഔറത്തിനെ മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നു അല്ലാഹ്, എന്റെ ഔറത്തിനെ മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്ന അല്ലാഹ് എന്ന ചിന്തയാണ് ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താ? അല്ലാഹുവേ, ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത്, ഇത് ബനിയൻ ധരിക്കുകയാണെങ്കിലും ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും ആ വസ്ത്രം കെട്ടെടുത്തിട്ട് പോവല്ല, ഇത് ഔറത്ത് മറക്കാനാണ് എന്ന നിയ്യത്ത് നിങ്ങളെ മനസ്സിൽ വേണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചാൽ മാഷാ അല്ലാഹ് കിടക്കുന്നത് ഒന്നാമത്തെ പ്രതിഫലം അവിടെ. വെറുതെ നമ്മൾ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. ഏതായാലും വസ്ത്രം ധരിക്കണം അല്ലേ? അപ്പൊ നിയ്യത്ത് വെക്ക എന്ത്, എങ്ങനെ അങ്ങനെയില്ല, അങ്ങനെ നിയത്തൊക്കെ വേണ്ട. മാഷാ അല്ലാഹ് മനസ്സുകൊണ്ടൊന്ന് കരുതിയാൽ മതി. മാഷാ അല്ലാഹ് എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടി മുത്തുനബി പഠിപ്പിച്ചു തന്ന സുന്നത്ത്, ആ വസ്ത്രം ഞാൻ ധരിക്കുന്നു. ഇബ്നു മാജർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് ആ വസ്ത്രം ഞാൻ ധരിക്കുന്നു എന്ന നിയത്ത് വെച്ചിട്ട് മാഷാ അല്ലാഹ് നമ്മൾ ആ വസ്ത്രം ധരിച്ചാൽ അവിടെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഒരു പ്രതിഫലം തരുമെന്നാണ്. അപ്പോൾ ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനി വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം ഏതാ? ഏറ്റവും നല്ല വസ്ത്രം ഏതാ? അതിപ്പോ പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലെ? ഏറ്റവും നല്ല വസ്ത്രം ഏതാ? അവനവന് ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ ഏറ്റവും നല്ല വസ്ത്രമാക്കുള്ളൂ. വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല കളർ ഏതാ? അത് വെളുത്ത നിറമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെയാണ്, അല്ലാതെ ഞാൻ വെളുത്ത് ധരിച്ചുകൊണ്ട് ഞാൻ പറയണില്ല. മുത്തുനബിയുടെ ഹദീസ് അങ്ങനെയാണ്. വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് വെളുപ്പാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാദ്, നിങ്ങളെ വസ്ത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തെ തിരഞ്ഞെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്നറിയോ? ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, അതാണ് നിങ്ങളെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഖൈറായ വസ്ത്രമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കേൾക്കുന്ന അറിവിനിലാവിന്റെ കുടുംബങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, നമ്മൾ എത്ര നല്ല നിറമുള്ള കളറുള്ള വസ്ത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ പെരുന്നാൾ വരുമ്പോൾ, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ, കൂട്ടുകാരന്റെ കല്യാണങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഒരു സന്തോഷം ഒന്നാലുമില്ലെങ്കിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നവരാണ്. അതിലൊന്നും തെറ്റില്ല, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മാഷാ അല്ലാഹ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെളുത്ത വസ്ത്രം എന്നുള്ളത്.
വെളുത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളത് മുത്തുനബിയുടെ സുന്നത്താണ്. എത്രയോ വർണ്ണശലഭമായ വസ്ത്രങ്ങൾ നമുക്കില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നമ്മുടെ വീടിന്റെ അലമറക്കകത്ത് എത്രയോ മനോഹരമായ വസ്ത്രങ്ങൾ അല്ലാഹു നമുക്ക് തന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുള്ള വസ്ത്രങ്ങൾ വാങ്ങി വെക്കുന്നവരല്ലേ? കൂട്ടുകാരന്റെ കല്യാണം വരുമ്പോ ഡ്രസ് കോഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിലൊന്നും തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം, വാങ്ങി വെക്കാം, സൂക്ഷിച്ചു വെക്കാം, പ്രശ്നമില്ല. എത്രയോ സുന്ദരമായ കളറുകളുള്ള വസ്ത്രം അല്ലാഹു നമുക്ക് തന്നതല്ലേ? ആ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരു വസ്ത്രമെങ്കിലും മോനെ, ഒരേ ഒരു വസ്ത്രമെങ്കിലും ബാപ്പാ, ഒരേ ഒരു വസ്ത്രമെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു വെളുത്ത വസ്ത്രമാക്കാൻ നമുക്ക് മനസ്സ് വന്നിട്ടുണ്ടോ? എന്റെ മുത്തുനബിയുടെ സുന്നത്ത് അങ്ങനെയാണല്ലോ, എന്റെ പ്രവാചകന്റെ സുന്നത്ത് അങ്ങനെയാണല്ലോ. എന്റെ മുത്തുനബിയുടെ തിരുസുന്നത്ത് വെളുത്ത വസ്ത്രമാണല്ലോ റബ്ബേ എന്ന് കരുതിയിട്ട് 10, 15, 20, 25 കൂട്ടം വസ്ത്രമുള്ളവരെ ഒരു വസ്ത്രമെങ്കിലും വെളുത്ത വസ്ത്രമാവണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. മുത്തുനബി പഠിപ്പിച്ച വസ്ത്രധാരണ എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വസ്ത്രധാരണ എങ്ങനെയാണ്? മുത്തുനബിയുടെ വേഷം എങ്ങനെയായിരുന്നു? മുത്തുനബി ഇഷ്ടപ്പെട്ട വസ്ത്രം എങ്ങനെയായിരുന്നു? മുത്തുനബി ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് സുഹാബാ. അറിവിന്നില്ലാവിന്റെ കുടുംബങ്ങളെ നമുക്ക് വേണം ചെറുപ്പക്കാരാ, നമുക്ക് വേണം വാപ്പമാരെ, നമുക്ക് വേണം മനുഷ്യന്മാരെ. മുത്തുനബിയുടെ സുന്നത്തായ ഒരു വെളുത്ത വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ധരിക്കാൻ, നമ്മുടെ ശരീരത്തിന് ഒരു സുന്നത്ത് കൊടുക്കാൻ നമുക്ക് വേണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫഇന്നഹാ മിൻ ഖൈരി സിയാബ്. നിന്റെ വീടിന്റെ അലമാരയിൽ 10, 15, 20 കൂട്ടം വസ്ത്രമുണ്ടല്ലോ ചെറുപ്പക്കാരാ. ആ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഉത്തമമുള്ള വസ്ത്രം ഏതാണ്? അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് മോനെ, അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് മോനെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, 1000 വസ്ത്രമുണ്ടെങ്കിലോ ഫഇന്നഹാ മിൻ ഖൈരി സിയാബ്. ആ 1000 വസ്ത്രങ്ങളിൽ നിന്ന് നിനക്ക് ഏറ്റവും നല്ല ഉത്തമമുള്ള വസ്ത്രം ഏതാണ്? അല്ലാഹു വലിയ പ്രതിഫലം തരുന്ന വസ്ത്രം ഏതാണ്? അത് സിയാബ്, വെളുത്ത വസ്ത്രമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര കൂട്ടം വസ്ത്രങ്ങൾ നമുക്കുണ്ടോ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമുള്ള വസ്ത്രം അത് വെളുത്ത നിറമാണ്. അപ്പൊ മറ്റുള്ള വസ്ത്രമൊന്നും വേണ്ട ഉസ്താദേ, അതൊക്കെ പിന്നെ എന്താ ചെയ്യാ? അതൊക്കെ വേണം. ഏത് കളറും ഇഷ്ടപ്പെട്ട ഏത് കളറും, പക്ഷെ ചില കളർ നമ്മൾ മാറ്റി വെക്കണം. അതേതാ മാറ്റി വെക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. പറഞ്ഞാൽ ചിലപ്പോ അടിയൊന്നും ഉണ്ടാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസല്ലേ, മുത്തുനബിയുടെ ജീവിത ചരിത്രമല്ലേ, അത് നമ്മൾ പഠിപ്പിക്കേണ്ടത്. മുത്തുനബിയുടെ സുന്നത്തായ വസ്ത്രങ്ങൾ ഏതാണ്? മുത്തുനബി ധരിക്കാൻ പറഞ്ഞ വസ്ത്രം ഏതാണ്? ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വസ്ത്രം ഏതാ? അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ മാറ്റം വരണം. ചില വസ്ത്രങ്ങളൊക്കെ ചില കളറുകൾ മാറ്റി വെക്കാൻ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം, അതിനാണ് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കാം, നമുക്കിപ്പോ ഈ കൂട്ടത്തിൽ ഇപ്പൊ ആർക്കൊക്കെ വെളുത്ത വസ്ത്രം ഉണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ വാളിങ്ങനെ കേൾക്കണ്ടല്ലോ, എനിക്കുണ്ടോ മോളെ? അങ്ങനെ ചോദിച്ചു നോക്കി, എനിക്കുണ്ടോ? അപ്പം ഉസ്താദ് പറഞ്ഞ പോലെ എനിക്ക് വെളുത്ത വസ്ത്രം ഉണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങണം. അതൊരു ബർക്കത്താണ്. വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഒരു ബർക്കത്താണ് വെളുത്ത വസ്ത്രം. ഭക്ഷണങ്ങളെ കൂട്ടത്തിൽ ഈത്തപ്പഴം ബർക്കത്തുള്ള ഭക്ഷണമാണല്ലോ, അല്ലേ? ഭക്ഷണങ്ങളെ കൂട്ടത്തിൽ ഈത്തപ്പഴം ബർക്കത്തുള്ള ഭക്ഷണമാണല്ലോ. അതേ പ്രകാരം മാഷാ അല്ലാഹ് വസ്ത്രങ്ങളെ കൂട്ടത്തില് നിങ്ങൾ പറയും, മനുഷ്യ നിങ്ങൾക്ക് കുറെ വസ്ത്രം ഉണ്ടല്ലോ, ഒരു ബർക്കത്തുള്ള വസ്ത്രം വാങ്ങിക്കൂടെ നിങ്ങൾക്ക്? ആ വസ്ത്രമാണ് വെള്ള വസ്ത്രം. വഖഫിനൂ ഫീഹാ മൗതാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വഖഫിനൂ ഫീഹാ മൗതാകും. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വെളുത്ത വസ്ത്രത്തിൽ അടക്കം ചെയ്യണമെന്നാണ്. കാരണം എന്താണ്? ആ വസ്ത്രത്തിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ നിങ്ങളെ വെറുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ നിങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് അല്ലാഹു നിങ്ങൾക്ക് അതിനും പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുത്ത വസ്ത്രത്തിൽ നമ്മളെ കഫൻ ചെയ്ത് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിനും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് നബിയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാർ എന്റെ സമീപത്ത് വന്ന സമയമാണ്. മാലാഖമാർ എന്റെ സമീപത്ത് വന്ന് എനിക്ക് സ്വീകരണം എന്ന സമയമാണ് സ്വഹാബ. ആ ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്കിടയിൽ ആദ്യം എന്റെ സമീപത്തേക്ക് 3 മലക്കുകൾ ഇറങ്ങി വരികയാണ്. 3 മാലാഖമാർ ആദ്യം എന്റെ സമീപത്ത് ഇറങ്ങി വരികയാണ്. ആ മാലാഖമാർ ഇറങ്ങി വന്നിട്ടല്ലാ ആദ്യമായിട്ട് എനിക്കൊരു ഗ്ലാസ് പാല് തരികയാണ്. ആ പാല് ഞാൻ വാങ്ങി സ്വീകരിച്ച് ഞാൻ കുടിച്ചു പോയി സ്വഹാബ. രണ്ടാമത് വന്ന മലക്കൊരു ഗ്ലാസ് കല്ല് തരികയാണ്. അത് ഞാൻ മാറ്റിവെച്ചു പോയി സ്വഹാബ. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, വീണ്ടും മലക്കുകൾ എന്റെ സമീപത്തേക്ക് ഇറങ്ങി വന്ന സ്വഹാബ. എന്റെ കൈകളിലേക്ക് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്ത്രം എനിക്ക് തന്നുപോയി സ്വഹാബ. ആ വെളുത്ത നിറത്തിലുള്ള വസ്ത്രം എനിക്ക് കിട്ടിയപ്പോ ഞാൻ ആ വസ്ത്രം സ്വീകരിച്ചു പോയി സ്വഹാബ. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണല്ലോ, അതിൽ ബർക്കത്തുള്ള വസ്ത്രമാണല്ലോ, അതിൽ അല്ലാഹു നമുക്ക് പ്രതിഫലം തരുന്ന വസ്ത്രമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ വസ്ത്രം സ്വീകരിച്ചു പോയി സ്വഹാബ. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ശരിയാണ് നബിയേ, തങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, തങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ, ശരിയാണ് നബിയേ. കാരണം എന്തെന്നറിയോ? വെള്ള വസ്ത്രം എന്നുള്ളത് അല്ലാഹു ബർക്കത്ത് തരുന്ന വസ്ത്രമാണ്. വീണ്ടും ഒരു മലക്ക് വന്നുകൊണ്ട് പച്ച നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാണ്. ആ വസ്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. വീണ്ടും മലക്ക് വന്നുകൊണ്ട് ഒരു കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാണ്. ആ വസ്ത്രം അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചില്ല. കറുത്ത നിറത്തിലുള്ള വസ്ത്രം മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മാറ്റി വെക്കുകയാണ്. വീണ്ടും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൊണ്ടുവരികയാണ്. ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അല്ലാഹുവിന്റെ റസൂല് മാറ്റി വെക്കുകയാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ തെരഞ്ഞെടുത്തതല്ല ശരിയാണ് നബിയേ, ശരിയാണ് നബിയേ, ശരിയാണ് നബിയേ. വെള്ള വസ്ത്രത്തെ തങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, പച്ച നിറത്തിലുള്ള വസ്ത്രത്തെ തങ്ങളെ തെരഞ്ഞെടുത്തല്ല നബിയേ. ഈ വെള്ള വസ്ത്രം എന്നുള്ളത് സ്വർഗലോകത്തേക്ക് നിങ്ങളെ കടന്നു പോകുമ്പോ സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ ധരിക്കാതിരുന്ന വസ്ത്രമാണ് നബിയേ. അല്ലാഹുവിന്റെ സ്വലോക സ്വർഗമുണ്ടല്ലോ, ഇബാദത്തുകളിൽ എടുത്തവർ രാജകുമാരന്മാരെ പോലെ മാലാഖമാരുടെ അകമ്പടിയോടെ കൊണ്ടുപോകുന്ന സ്വർഗമില്ലേ? അല്ലാഹുവിന്റെ സ്വലോക സ്വർഗത്തേക്ക് നമ്മളെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അല്ലാഹു ഒരു വസ്ത്രം തരുമെന്നാണ്. ആ വസ്ത്രത്തിന്റെ നിറം വെള്ളയും പച്ചയുമാണ്. ഈ വസ്ത്രത്തിലാണ് നബിയേ, ഈ വസ്ത്രത്തിലാണ് നബിയേ, ഈ വസ്ത്രത്തിലാണ് നബിയേ. മനുഷ്യനെ കബറടക്കേണ്ടത് വെളുത്ത വസ്ത്രത്തിലാണ്. ഖബറിൽ നിന്ന് അല്ലാഹുവേ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ആ പരലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിച്ചുകൊണ്ട് സ്വർഗാവകാശികളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ടുപോകുമ്പോ മാഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് അല്ലാഹു ധരിക്കാൻ പോകുന്ന വസ്ത്രം, ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രം അത് വെളുത്ത വസ്ത്രമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ
വെളുത്ത വസ്ത്രം, വെളുത്ത നിറത്തിലുള്ള വസ്ത്രം, ആ വസ്ത്രത്തിന് സ്വർഗത്തിലേക്കുള്ള ആ വസ്ത്രത്തിന്റെ നിറമുണ്ടെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെളുത്തത് മുത്ത് നബി സ്വീകരിച്ചു, കറുത്ത നിറത്തിലുള്ള വസ്ത്രം മുത്ത് നബി അത് മാറ്റി വെച്ചു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കറുത്ത നിറത്തിലുള്ള വസ്ത്രം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി വെച്ചു. കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബി അത് മാറ്റി വെക്കേണ്ട വസ്ത്രം തന്നെയാണ്, മാറ്റി വെക്കേണ്ട വസ്ത്രം തന്നെയാണ്. കറുത്ത നിറവും മഞ്ഞ നിറവും മുത്തുനബി മാറ്റിവെച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ കറുത്ത വസ്ത്രം, കറുത്ത നിറത്തിലുള്ള വസ്ത്രം അത് നല്ലതല്ല. ഇനി അത് ധരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. ഔറത്ത് മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുന്നത്തേതാണ്, ഏറ്റവും നല്ലത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വെളുത്ത വസ്ത്രമാണ്, വെളുത്ത വസ്ത്രമാണ്. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ. കാരണം ആ വസ്ത്രം നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന, ആ വസ്ത്രം ഇങ്ങനെ കാണുമ്പോ തന്നെ മാഷാ അല്ലാഹ്. അതുകൊണ്ടാണല്ലോ വെളുത്ത വസ്ത്രം ധരിച്ചവരെങ്ങനെ കാണാൻ തന്നെ ഒരു സെറ്റപ്പാണ്, ഒരു അഴകാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട ഉസ്താദുമാര് കണ്ടില്ലേ നിങ്ങളെ, സാദാത്യങ്ങളും ഉലമാക്കളൊക്കെ വെളുത്ത വസ്ത്രം ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 10-15 മുതല്ലിമീങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ എന്താണ് അതിന്റെ ഒരു ഭംഗി, മാഷാ അല്ലാഹ്, അല്ലേ? വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ വെളുത്ത തലപ്പാവൊക്കെ ഇങ്ങനെ ധരിച്ചിട്ട് മാഷാ അല്ലാഹ്, അത് കാണാൻ തന്നെ ഒരു ത്രില്ല ആണല്ലോ. അതിലേക്ക് നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അതാണ് ഏറ്റവും ശുദ്ധിയുള്ളത്, അത് നിങ്ങളെ ശുദ്ധീകരിക്കാൻ കൂടി കഴിവുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് നന്നാകുമെന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടു നടപ്പിന്റെ രീതി എങ്ങനെയാണ്, ആ രീതിക്കനുസരിച്ച് നിങ്ങൾ വസ്ത്രം ധരിക്കണം. അങ്ങനെയാണ്. കാന യൽബിസു മാ യതയസ്സറു മിനൽ ലിബാസ് അല്ലദീ കാന മഅറൂഫൻ ഫീ ഖൗമിഹി. ഒരു നാട്ടു നടപ്പിൽ എങ്ങനെയാണ് ഒരു നാടിൽ സാധാരണ വസ്ത്രം ഉപയോഗിക്കാറുള്ളത്, അതേ രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ഉപയോഗിക്കാം. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളെ നാട്, നിങ്ങളെ വീട്, അവിടെ സാധാരണ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്, ഔറത്ത് ഏത് രൂപത്തിലാണോ മറക്കാനുള്ളത്, ഔറത്ത് മറയുന്ന രൂപത്തിലാവണം കേട്ടോ. ഇപ്പൊ അമേരിക്ക ചെന്നിട്ട് അമേരിക്ക അങ്ങനെയാണല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവാൻ നിൽക്കരുത്. നാട്ടു നടപ്പ് രീതി അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. അപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാടുകളിൽ ഏത് രൂപത്തിലാണോ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ജനങ്ങൾ ഔറത്ത് മറക്കാറുള്ളത്, അതേ രൂപത്തിൽ ഇസ്ലാമിക രൂപത്തിൽ നിങ്ങൾ നടക്കണമെന്നാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വസ്ത്രം ഉണ്ടായ പ്രശ്നമുണ്ടോ?